Hey guys, welcome back to my channel. ഇന്ന് സ്റ്റാർ ഗ്രാസിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ ഗാർഡനെ വളരെ മനോഹരമാക്കുന്ന ഒരു ഗ്രാസ് വർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതിനെ ബോർഡർ ഗ്രാസ് എന്നും ഹെമിഗ്രാഫിസ് repanda എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ചെറിയൊരു കെയർ കൊടുത്താൽ പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അതുകൂടാതെ നമ്മുടെ ഗാർഡന് പച്ചപ്പ് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ചെടിയും കൂടിയാണിത്. ഈ കാണുന്നതൊക്കെ സ്റ്റാർ ഗ്രാസ് ഉപയോഗിച്ച് ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്കുകളാണ്. നല്ല ബുഷിയായിട്ട് തന്നെയാണ് അതിലൊക്കെ ഇത് വളർന്നു വന്നിരിക്കുന്നത്. ചെറിയൊരു ചിരട്ടയിൽ പോലും ഇത് നല്ല ബുഷിയായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ചട്ടിയിലും അതുപോലെ മണ്ണിൽ നേരിട്ടും വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റ്സും കൂടിയാണ് ഈ സ്റ്റാർ ഗ്രാസ്. പിന്നെ സ്റ്റാർ ഗ്രാസിന് എപ്പോഴും നേരിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലങ്ങളിൽ വളർത്താതിരിക്കുക. സൺലൈറ്റ് കൂടിപ്പോയാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും നമ്മളിത് നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വളർത്താൻ ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളവും ഇതിന് ആവശ്യമാണ്. പച്ചപ്പോടുകൂടി സ്റ്റാർ ഗ്രാസ് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വെറും ഒരു ചെറിയ തണ്ടിൽ നിന്ന് നമുക്ക് ധാരാളം ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണിത്. ഇനി നമുക്കിത് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ആട്ടിൻകാഷ്ടവും സാധാ മണ്ണും സെയിം അളവിലെടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യും. എന്നിട്ട് ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് കുത്തിക്കൊടുക്കും. ആ ചെറിയ കമ്പിൽ നിന്ന് തന്നെ ധാരാളം ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആട്ടിൻകാഷ്ടത്തിന് പകരം ചാണകപ്പൊടിയായാലും കുഴപ്പമില്ല. പിന്നെ ഇത് നട്ട് ഒന്ന് വളർന്നു വന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാണകവെള്ളം തളിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല ബുഷിയായിട്ട് ഇത് വളർന്നു വന്നോളൂ. നമ്മളിത് നടുന്ന സമയത്ത് ഇങ്ങനെ അടുത്തടുത്ത് നട്ടുകൊടുക്കുകയാണെങ്കിൽ വളർന്നു വരുന്ന സമയത്ത് നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസുകളൊക്കെ അറിയിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.